ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: നാം ക്രിസ്തുവിൻ്റെ വെളിച്ചമാണ്. നാം വചനപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് നാം ഇരുളായി ജീവിച്ച വ്യക്തികളാണ്. എന്നാൽ നാം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. ആയതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളിൽ നാം നടക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ജീവിതപ്രകാരം നാം നടക്കാതെ ദൈവവചനം എന്തു പറയുന്നു അതനുസരിച്ച് നാം ജീവിപ്പാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. എഫേസ്യർ 5:9 ഇപ്രകാരം പറയുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ ഇപ്രകാരമാണ് പറയുന്നത്: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കർത്താവിന് പ്രസാദമായത് നാം എന്ത് എന്ന് പരിശോധിക്കണം. എവിടെയാണ് നാം പരിശോധിക്കേണ്ടത്? ദൈവവചനത്തിൽ നിന്ന് പരിശോധിക്കണം. എന്തൊക്കെയാണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യം? അപ്രകാരം നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളെ പരിശോധിച്ച് അത് ചെയ്യുവാനും അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ചാൽ നാം വെളിച്ചത്തിൽ നടക്കുകയാണ്. ദൈവവചനം പറയാത്ത കാര്യങ്ങൾ, ദൈവവചനത്തിലില്ലാത്ത കാര്യങ്ങൾ നാം അനുസരിക്കരുത്. ദൈവവചനത്തിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നാം ഇരുളിലേക്ക് നാം മടങ്ങിപ്പോകുകയില്ല. പല വ്യക്തികളും ഇരുളിലേക്ക്, ഇല്ലെങ്കിൽ പാപത്തിലേക്കും ലോകത്തിലേക്കും ജഡത്തിലേക്കും നാം മടങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയമില്ലാത്തതുകൊണ്ടും ദൈവവചനത്തെ തിരിച്ചറിയാത്തതുകൊണ്ടും ദൈവവചനം എന്ത് പറയുന്നു എന്ന് അവർക്കറിയാത്തതുകൊണ്ടുമാണ്. ആയതുകൊണ്ട് നാം ദൈവവചനത്തിൽ ഈ ദിവസങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാം പഠിക്കുവാനും അത് വായിക്കുവാനും ധ്യാനിപ്പാനും അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനുമായി ദൈവകരത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും നമുക്ക് ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിലുള്ളവരായി നടക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു: വെളിച്ചത്തിൽ നടക്കുന്ന വ്യക്തി സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. വെളിച്ചത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് സകല സൽഗുണവും നീതിയും സത്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ വെളിച്ചത്തിൻ്റെ ഫലമുള്ള വ്യക്തിയായി ജീവിക്കണമെങ്കിൽ നാം നീതിയുള്ള വ്യക്തിയായിരിക്കണം, സകല സൽഗുണമുള്ള വ്യക്തിയായിരിക്കണം, സത്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ജീവിതത്തിൽ സത്യമുണ്ടായിരിക്കണം. അനീതികളെല്ലാം മാറ്റി സൽഗുണങ്ങൾ ഉള്ള വ്യക്തിയായി, നല്ല ഒരു ജീവിതമുള്ള ഒരു വ്യക്തിയായി നാം അങ്ങനെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഈ നല്ല ദിവസം കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവമേ, എൻ്റെ ജീവിതത്തെ അങ്ങ് പണിയണം. എനിക്ക് ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുവാനായിട്ടുള്ള കൃപ നൽകണം. വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തി നൽകണമെന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു: ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇരുട്ടിൻ്റെ വഴികൾ എന്ന് വെച്ചാൽ പിശാചിൻ്റെ വഴികളിൽ നാം അതിൽ കൂട്ടാളികളാകരുത്, അതിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അതെല്ലാം നിഷ്ഫല പ്രവൃത്തികളാണ്, അതൊന്നും ഫലമുള്ള പ്രവൃത്തികളല്ല. എന്നാൽ അതിൽ നാം കൂട്ടാളികളായി ജീവിക്കാതെ, ഹല്ലേലൂയ, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി, അതിനെ നമ്മൾ അകറ്റി വെളിച്ചത്തിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. മുമ്പേ നാം ഇരുളായ വ്യക്തികളായിരുന്നു. നാം ഈ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും ജഡപ്രകാരമൊക്കെ ജീവിച്ച വ്യക്തികളാണ്. പക്ഷേ ഇപ്പോൾ നാം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നാം ജീവിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് പ്രസാദകരമായി നാം ജീവിക്കണം. ഹല്ലേലൂയ. നാം തിരിഞ്ഞ് നാം പാപത്തിലേക്ക്, ലോകത്തിലേക്ക്, പിന്മാറ്റത്തിലേക്ക് നാം പോകരുത്. പിന്മാറി പോകുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമല്ല. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് നാം പോകാതെ മുമ്പോട്ട് മാത്രം നാം നോക്കി നടക്കുക. യേശുവിൻ്റെ വചനപ്രകാരം മാത്രം നമ്മൾ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ, ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ആ വാഗ്ദത്തത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. ലോകം പറയുന്നതോ ജഡം പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ പറയുന്നതോ ഒന്നും നാം നോക്കാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഈ നല്ല ദിവസവും യേശുവിൻ്റെ മുഖത്തേക്ക് നാം നോക്കി നമ്മെ തന്നെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശു നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും.
നാം വെളിച്ചത്തിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഇരുളിൻ്റെ പ്രവൃത്തികളിൽ നിന്നെല്ലാം മാറി വെളിച്ചത്തിൽ തന്നെ നാം നടക്കുക. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ നല്ല ദിവസം എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇരുളിൽ നടക്കാതെ, പാപത്തിൽ നടക്കാതെ, കർത്താവെ, പരിശുദ്ധാത്മാവിന് പ്രസാദകരമായി കാര്യങ്ങൾ ചെയ്ത് ജീവിപ്പാനായിട്ടുള്ള കൃപയെ ബലത്തെ എനിക്ക് നൽകണമെന്ന് ഒരു വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാമോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവരെ ജീവിതങ്ങളിൽ വലിയ വിടുതലുകൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളും ഈ നല്ല ദിവസം കർത്താവ് അഴിച്ചു കളയണം. അവരെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ദൈവവചന പ്രകാരം ജീവിപ്പാനായിട്ടുള്ള കൃപയെയും ബലത്തിനെയും പരിശുദ്ധാത്മാവ് കൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയ്ക്കണം. അവരുടെ ജീവിതത്തിലുള്ള ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. വേദനകൾ നീങ്ങട്ടെ. നിരാശകൾ നീങ്ങിപ്പോകട്ടെ. കർത്താവെ, വെളിച്ചത്തിൽ നടക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് കൊടുക്കണം. വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ കർത്താവ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവെ, അങ്ങയുടെ വചനം കർത്താവ് ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അങ്ങയുടെ വചനപ്രകാരം കർത്താവെ, ഞങ്ങൾ പാതയിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് അപ്രകാരം മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന സകല വ്യക്തികളെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, മാനോ മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.